മൂഡ് സ്വിങ് വരുന്ന പോലെയാണ്. ചോറ് കിട്ടിയില്ലെങ്കിലും മൂഡ് സ്വിങ് വന്ന് ആരെങ്കിലും ചോദിക്കുമ്പോൾ ഞാൻ എനിക്ക് ചോറ് കിട്ടിയിട്ടില്ല. റൂമിന് ഡോർ ഉണ്ടായിരുന്നില്ല അന്ന്. അപ്പൊ ഞാൻ പറയും എനിക്കൊരു കർട്ടൻ ഇട്ട് തരുമോ ഡ്രസ്സ് മാറുന്നതിന് വേണ്ടിയിട്ടെന്ന് പറയുന്നത് എന്റെ പീരീഡ് സ്റ്റേജിന് ശേഷമാണ്. പിന്നെയാണ് എന്റെ റൂമിന് ഡോർ വരുന്നത്. കുറെ ആരൊക്കെയോ സിനിമയില് പാട്ട് ഡാൻസ് എന്നൊക്കെ പറഞ്ഞപ്പോ എവിടെയോ ആരോ ഇങ്ങനെ പറയുന്ന കേട്ടോ, എന്തിനാ ഡാൻസ് ചെയ്യണേ, റിയലിസ്റ്റിക് അല്ലേ, നമ്മൾ യഥാർത്ഥ സിനിമയിലോ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മൾ പ്രണയിക്കുമ്പോൾ ആരാ പാട്ട് പാടണേ, ആരാ ഡാൻസ് കളിക്കണേ, റിയലിസ്റ്റിക് ആവേണ്ടതെന്ന് ചോദിച്ചു. എന്നാ പിന്നെ നിങ്ങൾക്ക് അങ്ങ് വീട്ടിൽ ഇരുന്ന് റിയലിസ്റ്റിക് ആയി ജീവിച്ചാൽ പോരെ. വേറെ ഇൻഡസ്ട്രിയിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ചോദിക്കും നിങ്ങൾ എന്തിനാണ് അവിടെയുള്ള ആൾക്കാർ നിങ്ങൾ കാണുന്നില്ലേ, നിങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവന്ന് എന്തിനാ ഈ ഹാഫ് സാരി ഷോളൊക്കെ ഉടുപ്പിക്കണേ, ഇവിടെ ഇഷ്ടംപോലെ കുട്ടികൾ അത് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. മണി ക്യാൻ ബൈ ഹാപ്പിനെസ് എന്നുള്ള തോട്ട് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ പറയുമായിരിക്കും അത് വേണ്ടാതെ. ചിലപ്പം സക്സസ് ക്യാൻ ബൈ ഹാപ്പിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി അത് കുറച്ചും കൂടി ആപ്റ്റ് ആയിരിക്കും. എന്റെ ഇതിൽ എല്ലാവർക്കും അതൊന്നും അറിയില്ല, ചില ആൾക്കാർക്കും മണി തന്നെ ആയിരിക്കും. ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിൽ ഇടപെടില്ല കേട്ടോ. അവരെന്തോ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ എന്തായിക്കോട്ടെ, ഞാൻ അതിനകത്ത് റിലേറ്റഡ് ആണോ, അതിന് മോശം വരുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അവരോട് തന്നെ ഞാൻ പറയും. നിങ്ങൾ ആരാണെന്ന് ഞാൻ നോക്കില്ല, ആരാണെങ്കിലും പ്രശ്നം എനിക്ക് പറയാനുള്ളത് പറയും. 11 മണിയാകുമ്പോൾ ഞങ്ങളുടെ വീട്ടിലൊരു ഫുഡ് സെറ്റാവും, അത് തന്നെ ഉച്ചയ്ക്കും രാത്രി ഞാൻ സിനിമാ നടിയാണെന്ന് പറഞ്ഞാൽ അമ്മോറെ വെച്ച് കഴിച്ചോളാം.